എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ചിന്തിക്കുമോ? പറയാം. ഇതുവരെയുള്ള മോർണിംഗ് ടീ എല്ലാം ഉഷാറായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് അഭിപ്രായം അറിയിക്കണേ. ഓരോന്നും കഴിയുമ്പോൾ പറയുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ. മോർണിംഗ് ടീ. കേരളത്തിൽ പ്രചരിച്ച ആദ്യ ഉത്തരേന്ത്യൻ മതം. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ പ്രചരിച്ച ആദ്യ ഉത്തരേന്ത്യൻ മതം. ജൈനമതം പറയാം, ബുദ്ധമതം പറയാം, പാഴ്സി മതം പറയാം. ഇങ്ങനെ നമുക്ക് മതങ്ങൾ, സിഖ് മതം പറയാം, ഇങ്ങനെയുള്ള മതങ്ങളൊക്കെ പറയാം. ആദ്യ ഉത്തരേന്ത്യൻ മതം ഏത്? കിട്ടിക്കാണുമല്ലോ. ഞാൻ ഉത്തരത്തിലേക്ക് തന്നെ പോവാം അല്ലേ? ജൈനമതം തന്നെ. അപ്പോൾ അവിടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി. നമുക്ക് ഡയറക്റ്റ് ഞാനങ്ങ് പറയുകയാണ്, ജൈനമതമാണ്. എപ്പോഴാ? BC 3-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജൈനമതം പ്രചരിപ്പിച്ചു. കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ആകമാനം ജൈനമതത്തിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായി. ആ ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിക്കുവാൻ പ്രവർത്തിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് ഒരു ജൈനമത സന്യാസി ഭദ്രബാഹു, മറ്റൊരാൾ ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ ഉത്തരേന്ത്യൻ മതം, കേരളത്തിൽ പ്രചരിച്ച ആദ്യത്തെ ഉത്തരേന്ത്യൻ മതം ജൈനമതമാണ്. BC 3-ാം നൂറ്റാണ്ടിലാണ് ജൈനമതം കേരളത്തിൽ പ്രചരിക്കുന്നത്. ഹൈന്ദവ മതം പിന്തുടർന്നിരുന്ന ജാതി വിവേചനം, അതിൽ മനം മടുത്ത ധാരാളം ആൾക്കാർ ജൈന ബുദ്ധ മതത്തിലേക്ക് കുടിമാറി. അങ്ങനെ വന്നതിൽ ആദ്യത്തെ ജൈനമതമാണ്. അതിൽ ദക്ഷിണേന്ത്യയിൽ ആകമാനം ഇതിന് നേതൃത്വം നൽകിയത് പ്രധാനമായും രണ്ടുപേരാണ്. ഒന്ന് ജൈന സന്യാസിയായിരുന്ന ഭദ്രബാഹു, മറ്റൊന്ന് ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനുമായിരുന്നു. ജൈനമത വിശ്വാസിയായിരുന്ന തമിഴ് കവിയാണ് ഇളങ്കോ അടികൾ. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ഇളങ്കോ അടികൾ ജൈനമത വിശ്വാസിയായിരുന്നു. ക്ലിയർ? ജൈനമതത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്ന ദക്ഷിണേന്ത്യയിലെ സ്ഥലമാണ് തൃക്കണ്ണാമതിലകം. ചോദിച്ച ചോദ്യം. തമിഴ് സാഹിത്യകൃതിയിൽ കണവായിൽ കോട്ടം എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് തൃക്കണ്ണാമതിലകം. നിങ്ങൾക്കറിയാമല്ലോ തൃക്കണ്ണാമതിലകം ഏതാണെന്ന്. അപ്പൊ ജൈനമതത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്ന ദക്ഷിണേന്ത്യയിലെ സ്ഥലം തൃക്കണ്ണാമതിലകമാണ്. തമിഴ് സാഹിത്യത്തിൽ തൃക്കണ്ണാമതിലകത്തെ പറഞ്ഞിരുന്നത് കണവായിൽ കോട്ടം എന്നാണ്. അപ്പോൾ തമിഴ് സാഹിത്യത്തിൽ കണവായിൽ കോട്ടം എന്ന് പരാമർശിച്ചിരുന്ന സ്ഥലം ഏത്? തൃക്കണ്ണാമതിലകം. ഓക്കെ, അത് രണ്ടും അതുപോലെ ഓർത്തു വച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ജൈനമതം ക്ലിയർ. ഇനി പലപ്പോഴായിട്ട് PSC ചോദിച്ച് ജൈനമതവുമായി ബന്ധപ്പെട്ട ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത ജൈനമത കേന്ദ്രങ്ങൾ ആയിരുന്ന സ്ഥലങ്ങൾ. ഈ ജൈനമത കേന്ദ്രങ്ങളെല്ലാം പിന്നീട് എന്തായി മാറി? ഹൈന്ദവ ആരാധനാലയങ്ങളായി മാറി. തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രം പ്രശസ്തമായിരുന്നു. പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രം. പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രത്തിന് ഇപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രം, അവിടെ ഹൈന്ദവ വിശ്വാസികളും ജൈന വിശ്വാസികളും ഇപ്പോഴും ആരാധന നടത്തുന്നുണ്ട്. അപ്പോൾ തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രം ജൈന കേന്ദ്രമായിരുന്നു. പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രം ജൈന ഹൈന്ദവ വിശ്വാസ കേന്ദ്രം കൂടിയാണ് ഇപ്പോഴും. പിന്നെ നമുക്കറിയാം വയനാട്ടിലെ ഗണപതി വട്ടം, സുൽത്താൻ ബത്തേരി, പാലക്കാട് ജൈനിമേട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ ഒരു സാഹിത്യ നവോത്ഥാന സാമൂഹ്യ പരിഷ്കർത്താവിനെ ഓർമ്മ വരും. ആര്? കുമാരനാശാൻ അല്ലേ? പാലക്കാട് ജൈനിമേട്ടിൽ ഒരു ജൈനമത വിശ്വാസിയുടെ വീട്ടിൽ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഒരുമിച്ച് കഴിയുന്ന കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന് ജ്വരം, പനി ബാധിക്കുന്നു, അവശനായി കിടക്കുന്നു അല്ലേ? അത് കാണവെയാണല്ലോ ഏത് വരികൾ ഉണ്ടാവുന്നത്?
ഹാ പുഷ്പമേ അധികതുംഗ പദത്തിലെത്ര ശോഭിച്ചു നിന്നു നീ ഒരു രാജ്ഞി കണക്ക്. വീണപ്പൂവ് ജൈനമേട്ടിൽ വെച്ച് രചിക്കപ്പെട്ടതാണ്. പോട്ടെ, അപ്പൊ അത് ജൈന കേന്ദ്രമാണ്. അതുപോലെ കാസർഗോഡ് ബങ്കര ക്ഷേത്രം, മഞ്ചേശ്വരം, വയനാട്ടിലെ ഇടക്കൽ ഗുഹ ജൈനമത കേന്ദ്രം, വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം, ഇതെല്ലാം കേരളത്തിലെ പ്രശസ്ത ജൈനമത കേന്ദ്രങ്ങൾ. അപ്പൊ കേരളത്തിലെ ജൈനമത കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ, ഉൾപ്പെടാത്തതേത് അല്ലെങ്കിൽ ഉൾപ്പെട്ടതേത് എന്ന് പറയുമ്പോൾ ഈ സംഭവങ്ങൾ ഓർത്തുവെക്കണം. തൃശ്ശൂർ കൂടൽമാണിക്യ ക്ഷേത്രം, പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രം, വയനാട്ടിലെ ഗണപതി വട്ടം, പാലക്കാട് ജൈനിമേട്. അവിടെ കുമാരനാശാനെ പറയാൻ കാരണം എന്താന്ന്, കാസർഗോഡ് ബങ്കര മഞ്ചേശ്വരം ക്ഷേത്രം, വയനാട്ടിലെ ഇടക്കൽ ഗുഹ, വയനാട്ടിലെ തന്നെ തിരുനെല്ലി ക്ഷേത്രം, ഇതെല്ലാം കേരളത്തിലെ പ്രശസ്ത ജൈനമത തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഓക്കെ. തെക്കൻ കാശി എന്നറിയപ്പെടുന്നതാണ് തിരുനെല്ലി. ജൈന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കാശി. കേരള കാശി എന്നറിയപ്പെടുന്നത് വർക്കലയാണ്. ജൈനമാട കാശി എന്ന് പറയുന്നത് ശ്രാവണ ബലഗോള. ഇത് മുൻപ് PSC ഒരുപാട് തവണ ചോദിച്ച ഈ 3 കാശികളും. തെക്കൻ കാശി തിരുനെല്ലി, കേരള കാശി വർക്കല, ജൈന കാശി ശ്രാവണ ബലഗോള കർണാടക. ഇനി അവിടെ ആ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഓർത്തു വെച്ചേക്കുക. 12 വർഷത്തിലൊരിക്കൽ ശ്രാവണ ബലഗോളയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മഹാമസ്തകാഭിഷേകം. 12 വർഷത്തിലൊരിക്കൽ ശ്രാവണ ബലഗോള, കർണാടക മൈസൂരിൽ ശ്രാവണ ബലഗോളയിൽ സംഘടിപ്പിക്കുന്ന 12 വർഷത്തെ ചടങ്ങ് മഹാമസ്തകാഭിഷേകം. അതുപോലെ ജൈനമത വിശ്വാസ കേന്ദ്രമായ പാലക്കാട്ട് ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ചന്ദ്രനാഥ ക്ഷേത്രം, പാലക്കാട്. ജൈനമത വിശ്വാസ കേന്ദ്രമായ പാലക്കാട് ക്ഷേത്രം, ചന്ദ്രനാഥ ക്ഷേത്രം. ജൈന ആരാധനാ കേന്ദ്രങ്ങളെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. സന്യാസിമാരുടെ ആശ്രമങ്ങളെ ബസ്തി എന്നാ വിളിക്കുക. ജൈന സന്യാസാശ്രമങ്ങളെ ബസ്തി എന്നും ജൈന വിദ്യാലയങ്ങളെ ഖടികൾ എന്നുമാ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഖടിയാണ് കാന്തളൂർ ശാല, തിരുവനന്തപുരത്ത് വലിയ ശാലയിൽ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത ജൈന വിദ്യാലയ കേന്ദ്രമാണ് കാന്തളൂർ ശാല. അപ്പൊ ജൈന സന്യാസിമാരുടെ ആശ്രമങ്ങളെ ബസ്തി, ജൈന വിദ്യാലയങ്ങളെ ഖടികൾ. അങ്ങനെയുള്ള ഒരു ഖടികയാണ് ഏത്? കാന്തളൂർ ശാല. ജൈന പുരോഹിതരെ നമുക്കറിയാം, അവരെ അറിയപ്പെടുന്നത് തീർത്ഥങ്കരന്മാർ എന്നാണ്. ജൈന പുരോഹിതരെ അറിയപ്പെടുന്ന പേര് തീർത്ഥങ്കരന്മാർ എന്നാണ്. അപ്പൊ ബസ്തി, ഖടിക, തീർത്ഥങ്കരർ, അതിലൊന്ന് കാന്തളൂർ ശാല. ക്ലിയർ ആണല്ലോ. ജൈന മതത്തിന് പ്രധാനമായും 24 തീർത്ഥങ്കരന്മാർ. ആദ്യത്തെ വ്യക്തി ഋഷഭദേവനായിരുന്നു. ആദ്യത്തെ വ്യക്തി ഋഷഭദേവൻ. 22ാമത്തെ തീർത്ഥങ്കരൻ സന്യാസി നേമിനാഥൻ, ചിഹ്നം ശംഖ്. ആദ്യ ജൈനമതാചാര്യൻ ഋഷഭദേവൻ, 22ാമത്തെ തീർത്ഥങ്കരൻ നേമിനാഥൻ, അല്ലേ? അതേപോലെ 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥൻ, അദ്ദേഹത്തിന്റെ ചിഹ്നം പാമ്പ്. അതുപോലെ 24ാമത്തെ തീർത്ഥങ്കരൻ മഹാവീരൻ, അദ്ദേഹത്തിന്റെ ചിഹ്നം സിംഹം. അപ്പൊ തീർത്ഥങ്കരന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന സന്യാസിമാർ ഉണ്ടായിരുന്ന മതം ജൈനമതമാണ്. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരനാണ് ജൈനമതം എന്ന തരത്തിലേക്ക് ഉയർത്തിയത്. അതുകൊണ്ട് ജൈനമതത്തിന്റെ സ്ഥാപകനായി വർദ്ധമാന മഹാവീരനെയാണ് പൊതുവെ കണക്കാക്കുന്നത്. അതിനു മുമ്പ് ഇതിന് അടിത്തറ പാകിയ മറ്റു തീർത്ഥങ്കരന്മാർ, സന്യാസവര്യന്മാർ ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഉത്തരേന്ത്യൻ മതം, കേരളത്തിൽ പ്രചരിച്ച ആദ്യത്തെ ഉത്തരേന്ത്യൻ മതം ജൈനമതം. അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഓർത്തു വച്ചിരിക്കുക. കേരളത്തിൽ പ്രചരിച്ച മതങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായക്കൊപ്പം ലഭിച്ച ഈ വിവരം കൂടി ആവർത്തിച്ചു നോക്കുക. കേരളത്തിൽ ജൈനമത വിശ്വാസം കൂടുതലുള്ള ജില്ല ഏതാ? വയനാടാണ്. ഈ വർത്തമാന മഹാവീരന്റെ പേരിൽ ഒരു സാങ്ച്വറി ഉണ്ട്. ഭഗവാൻ മഹാവീർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗോവയാണ്. ജൈനമതത്തിലെ 3 വിശ്വാസങ്ങളുണ്ട്. അതിനാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. 3 തത്വങ്ങളുണ്ട്. ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പെരുമാറ്റം. ഇത് PSC ചോദിച്ചിട്ടുള്ള.
ത്രിരത്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് പറഞ്ഞു ഒന്നും കൂടി ഉൾപ്പെടുത്തി. അപ്പോ ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പെരുമാറ്റം, ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ. അപ്പോ കേരളത്തിൽ ജൈനമത വിശ്വാസിയെ കൂടുതലുള്ള ജില്ല വയനാടാണ്. ഭഗവാൻ മഹാവീർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗോവയാണ്. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പെരുമാറ്റം എന്നിവയാണ്. ഓക്കെ ആണല്ലോ ഇത്രയും വസ്തുതകൾ. അപ്പോൾ ജൈനമത തത്വങ്ങളെക്കുറിച്ചും അടിസ്ഥാന വിവരങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.